എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പാചകത്തിന് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ ജൂൺ മാസം 1-ാം തീയതി മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും മാറ്റങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. 2026 ജൂൺ മാസം ആരംഭിക്കുന്നതോടുകൂടി രാജ്യത്തെ പാചകവാതക വിതരണവുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും പുതിയ നിയന്ത്രണങ്ങളും വില പുതുക്കലുകളും പ്രാബല്യത്തിൽ വരുത്തുകയാണ്. LPG സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം. പൊതുമേഖല എണ്ണ കമ്പനികൾ ജൂൺ 1-ാം തീയതി മുതൽ പാചകവാതക വിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വില 42 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പുതിയ വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതോടെ കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില 3131 രൂപയായിട്ട് മാറിയിരിക്കുകയാണ്. മെയ് ആദ്യവും വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയിരുന്നു. പാചകവാതക വിലയിൽ വിലവർധന ഉണ്ടായപ്പോൾ ഹോട്ടലുകളിലെ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളുടെ വിലയിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു. നിലവിലെ ഈ പുതിയ വിലവർധനവും വിപണിയിലെ മറ്റ് സാധനങ്ങളുടെ വിലകയറ്റത്തിന് കാരണമായേക്കാം. കൂടാതെ 5 കിലോഗ്രാം ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ വില 11 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 5 കിലോഗ്രാം സിലിണ്ടറുകൾക്ക് ജൂൺ 1-ാം തീയതി മുതൽ 821 രൂപ 50 പൈസ നൽകേണ്ടതാണ്. അതേസമയം സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് ആശ്വാസകരമായിട്ട് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില ഇത്തവണ വർധനവ് വരുത്തിയിട്ടില്ല. ഗാർഹിക സിലിണ്ടറിന് 920 രൂപയും ഡെലിവറി ചാർജുമാണ് നിലവിൽ വീടുകളിൽ സിലിണ്ടർ റീഫിൽ ചെയ്യണമെങ്കിൽ വേണ്ടിവരുന്ന തുക. അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷൻ ഉള്ളവർ EKYC പൂർത്തീകരിക്കേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഗ്യാസ് കണക്ഷൻ എടുത്ത ഗുണഭോക്താവ് തന്നെയാണ് ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താനാണിത്. EKYC ചെയ്യാത്തവർക്ക് ജൂൺ മാസം മുതൽ ഗ്യാസ് വിതരണം തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതത് ഗ്യാസ് ഏജൻസികളുടെ വെബ്സൈറ്റുകൾ വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഓൺലൈനായിട്ട് KYC നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. കൂടാതെ നേരിട്ട് ഗ്യാസ് ഏജൻസിയിലെത്തിയും ഇത് ചെയ്യാവുന്നതാണ്. ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ നമ്പറുമാണ് ഗ്യാസ് കണക്ഷൻ EKYCക്ക് വേണ്ടത്. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ തന്നെയാണ് ബയോമെട്രിക് KYC ചെയ്യേണ്ടത്. കണക്ഷൻ എടുത്ത ഉടമസ്ഥർ സ്ഥലത്തില്ലെങ്കിലോ കിടപ്പ് രോഗിയാണെങ്കിലോ ആ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയ ശേഷം ഈ KYC പൂർത്തീകരിക്കേണ്ടതാണ്. പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് ലഭിച്ചവർ KYC ചെയ്തില്ല എങ്കിൽ അവർക്കുള്ള സബ്സിഡി തുക തടസ്സപ്പെടുന്നതാണ്. ഉജ്ജൽ യോജനയിൽ ഉള്ളവർക്ക് 300 രൂപയാണ് ഒരു സിലിണ്ടറിന് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.